ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്നാക്സ് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്ന് നല്ല ഉറക്കം തന്നെ കണ്ണ് തൂങ്ങി വരിക. അപ്പോൾ വിചാരിച്ച് ഉറങ്ങണ്ട, ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി. വളരെ സിമ്പിളാണ് കേട്ടോ. റവയും ഏത്തപ്പഴവും തേങ്ങയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണേ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും എൻ്റെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഒരുപാട് കാഴ്ചകളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. 12 പൊങ്കൽ അടുത്ത് വരുവാണ്. ഇനിയിപ്പം അങ്ങോട്ട് തരുതരാ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ടാറ്റാ. 2 പഴവും കുറച്ച് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പഴം ഇട്ട് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് ഏലക്കാപ്പൊടിയോ, ഞാനാണെങ്കിൽ ഏലക്കയുടെ കുരുവാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് റവയുണ്ടല്ലോ, വറുത്ത റവയായതുകൊണ്ട് ചെറിയ രീതിയിൽ, വറുക്കാത്തയാണെങ്കിൽ ഇതിലിട്ടുമ്പോൾ ചെറിയ രീതിയിൽ വറുത്ത് കൊടുത്താൽ മതി കേട്ടോ. റവ കുറച്ച് മതി. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് രണ്ടും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബൗളിൽ തേങ്ങ എടുക്കുക. ആ തേങ്ങയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇത് റവയല്ലേ, അപ്പം മധുരം എന്തായാലും ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ച് ഉരുട്ടിയെടുക്കാം. ബോൾസ് പരുവത്തിൽ ഉരുട്ടിയെടുക്കാം നമുക്ക്. ഈ ഉരുട്ടുന്നതേ നമ്മൾ നല്ല രീതിയിൽ ഉരുട്ടണം കേട്ടോ. നല്ല പ്രസ്സായിട്ട് തന്നെ ഉരുട്ടണം. ഈ ഉരുട്ടുന്നത് ശരിയായില്ലെങ്കിൽ നമുക്കിത് പൊടിഞ്ഞു പോവേ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബോൾസ് ഉരുട്ടാനായിട്ട് എൻ്റെ ചെറുക്കുട്ടനും കൂടി ഉണ്ടായിരുന്നേ. ചെറുക്കുട്ടന് അത് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിട്ടാ. നല്ല മണമൊക്കെ മുന്നോട്ടന്നെ അറിയാൻ പറ്റും. മണമൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ മണം കൊതി ഇട്ടുകൊണ്ടിരിക്കുകയാണേ. അവന് അമ്മമ്മ ഫുഡൊന്നും കൊടുക്കണില്ല, അല്ല ചങ്ക തിരിച്ചാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. വിച്ചൂട്ടൻ ഏതാ വേണ്ടേ? ഫ്രൈ ചെയ്യണതാണോ അവിക്കുന്നതാണോ? എന്തായാലും ഞാനിത് 2 രീതിയിലാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനും ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനും പോകണം, കുറച്ചെടുത്ത് ആവി കയറ്റാനും പോകണം കേട്ടോ. കുറച്ചിരുന്നത് ഞാൻ വെറുതെയും കഴിച്ചു നോക്കി കേട്ടോ. വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരുന്നേ. എനിക്ക് പ്രത്യേകം പറയേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾസ് ഉരുട്ടുമ്പോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഉരുട്ടണം കേട്ടോ. ഇല്ലെങ്കിൽ പിരിന്ന് പോവും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ. ഈ ചെറുക്കുട്ടനാണല്ലോ ഭയങ്കരമൊക്കെ അമ്മ മുടിനെയൊക്കെ ഇഴുത്ത് വരികയാണ്. പിന്നെ നമ്മളൊന്നും കൊടുക്കാത്ത കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗീസ്. ഞാനാണെങ്കിൽ ഉണ്ടയൊക്കെ ഉരുട്ടിയില്ലേ, റവയും പഴമൊക്കെ ചേർത്ത് ഉരുട്ടില്ലേ, ഉണ്ടയാണെങ്കിൽ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ചെടുത്ത് 5-6 എണ്ണം എടുത്ത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 എണ്ണം എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ ആർക്കും ഇഷ്ടമുള്ളവർ ആ രീതിയിൽ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം എണ്ണയൊന്നും കഴിക്കാത്തവർ ആ രീതിയിൽ ഉണ്ടാക്കാം, ഈ ആവി കയറ്റിയിട്ടുണ്ടാക്കാം. അപ്പം എന്നിപ്പം 2 രീതിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വേണ്ട, എൻ്റെ കുഞ്ഞോ കുറച്ച് വലുതായിട്ട് അമ്മമ്മ എല്ലാം കൊടുക്കും. നല്ല കൊതിയ അങ്ങനെ ആവി കയറ്റിയ ബോൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മക്കാൻ പോവാണ് ഗീസ്. എനിക്ക് എൻ്റെ ഇടയ്ക്കാണ് പ്രശ്നം. എന്താണെന്ന് പറ. ചൂടായിരിക്കും. നേരെ കൊതി കിട്ടുന്നു. അവർക്ക് 2 പേർക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. ഇനി ബാക്കിയിരിക്കുന്ന ബോൾസ് നമുക്ക്
എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ അത്ര എണ്ണ ഒഴിച്ചിട്ടില്ല. ഈ ബോൾസൊക്കെ എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് എനിക്ക് 2-3 എൻ്റെ ചെറുക്കുട്ടനും കൂടി കയ്യിലിരുന്നിട്ടല്ലേ ഞാൻ ഉരുട്ടിയത്. അപ്പോൾ 2-3 ബോൾസ് നല്ല പ്രസ്സായിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയിലിട്ടപ്പോൾ അത് പൊടിഞ്ഞു പോയി കേട്ടോ. പക്ഷേ പൊടിഞ്ഞെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതുപോലെ ആർക്കും പറ്റാതിരിക്കാനാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഇതുപോലെ പൊടിഞ്ഞു പോയി, പക്ഷേ പൊടിയും നല്ല ടേസ്റ്റ് ആയിരുന്നു. പൊടിയും നമ്മൾ കളഞ്ഞൊന്നും ഇല്ല കേട്ടോ. അത്രയും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.